ഹലോ ഫ്രണ്ട്സ്, അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദി ഡോർസ് എന്ന ഹൊറർ സ്റ്റോറിയുടെ ക്ലൈമാക്സ് എപ്പിസോഡാണ് ഈ വീഡിയോ. ഈ മൂന്നാമത്തെ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ 1-2 എപ്പിസോഡുകൾ കൂടി കാണുക. ബെറ്റർ സൗണ്ട് എഫക്ട്സിന് നിങ്ങൾ ഹിയർ സെറ്റ്സ് ഉപയോഗിക്കുക. നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് ത്രില്ലിംഗ് സീൻസിലേക്ക് കടക്കാം. ജോൺ ആ ബംഗ്ലാവിൻ്റെ വരാന്തയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ ബെൻ തൻ്റെ മുൻപിൽ വന്നു നിന്നത്. അയാൾ ഒരു കറുത്ത കോട്ട് ധരിച്ചിട്ടുണ്ട്. അയാളുടെ വായിൽ ഒരു സിഗരറ്റും സദാ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതായി അവൻ കണ്ടു. എങ്ങോട്ടാ മോനെ ഈ രാത്രി? ചിരിച്ച സ്വരത്തിൽ അയാൾ ചോദിച്ചു. അത് പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്കിൾ, അവൻ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. അങ്കിൾ തൻ്റെ പുകഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ച ശേഷം മുകളിലത്തെ നിലയിലേക്ക് നടന്നു. അയാൾ കയറിപ്പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ വീടിന് വെളിയിലിറങ്ങി. ഗേറ്റിൻ്റെ അരികിൽ എത്തി. ഗേറ്റിൻ്റെ കുറ്റി ഉയരത്തിലാണ്. അവനത് തുറക്കാൻ കഴിയില്ല. മതിലു ചാടി രക്ഷപ്പെടാനും അവന് സാധിക്കില്ല. അവൻ നിരാശനായി തിരികെ വീട്ടിൽ കയറി മുറിയുടെ അരികിലേക്ക് നടന്നു. പെട്ടെന്നാണ് അവൻ അത് കേട്ടത്. ആരോ പേപ്പറിൽ കുത്തി വരയ്ക്കുന്ന ശബ്ദം. അവൻ പേടിയോടെ തല തിരിച്ചു നോക്കി. അതെ, അപ്പുറത്തെ മുറിയിൽ ഒരു സ്ത്രീ മുടി അഴിച്ചിട്ട് ഇരിക്കുന്നു. അവൾ പേപ്പറിൽ പേന വെച്ച് കുത്തി വരയ്ക്കുകയാണ്. ഇടയ്ക്കിടെ അവൾ കരയുന്നുമുണ്ട്. പെട്ടെന്ന് ആ സ്ത്രീ ജോണിനെ നോക്കി. അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അത് മനസ്സിലാക്കിയ അവൻ അവിടെ നിന്നും ഓടി തൻ്റെ മുറിയിൽ കയറിയ ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. കട്ടിലിൽ കയറി കിടന്ന് അവൻ പുതപ്പ് തലവഴി ഇട്ടു. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ കുറ്റി താനെ അഴിഞ്ഞത്. വാതിൽ പതിയെ തുറന്നു വന്നു. ആ സ്ത്രീ ഇപ്പോൾ ഈ മുറിയിലുണ്ട്, ജോണിൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു. അവൾ കരയുന്ന ശബ്ദവും അവന് കേൾക്കാൻ സാധിച്ചു. ആരോ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായി അവന് മനസ്സിലായി. അവൻ്റെ ശരീരം പേടിയാൽ വിറച്ചു തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ പുതപ്പ് മുഖത്തു നിന്നും താനെ നീങ്ങി. പക്ഷെ കണ്ണു തുറക്കില്ല എന്ന വാശിയിൽ അവൻ കണ്ണടച്ചു പിടിച്ചു. ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കിയതും ആ സ്ത്രീ അവൻ്റെ കാലിൽ പിടിച്ച് നിലത്തേക്ക് വലിച്ചു. ജോൺ അലറിക്കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് അങ്കിൾ ബെൻ വന്നു. അയാൾ അവിടേക്ക് വന്നപ്പോൾ ആ മുറിയിൽ ജോണല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു. എന്തു പറ്റി മോനെ? വല്ലാതെ ഭയന്നിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ജോൺ പൊട്ടിക്കരഞ്ഞു. അവൻ അയാളോട് പറഞ്ഞു, എനിക്കെൻ്റെ അച്ഛനെ കാണണം, എന്നെ വീട്ടിൽ കൊണ്ടുവിട് അങ്കിൾ. അയാൾ ജോണിനെ പതിയെ കട്ടിലിലേക്ക് ഇരുത്തി. അയാളുടെ വലതു കൈയിൽ ഒരു കത്തി ഒതുക്കി പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. എന്തിനാ അങ്കിൾ ഈ കത്തി? പെട്ടെന്ന് അങ്കിൾ ബെൻ ഒരു ഭ്രാന്ത് പിടിച്ചയാളെ പോലെ പൊട്ടിച്ചിരിച്ചിട്ട് അവൻ്റെ അരികിലേക്ക് നടന്നു. മോനെ ജോണേ, നീ സ്വർഗം എന്ന് കേട്ടിട്ടുണ്ടോ? ചോദ്യം കേട്ട് അവൻ അറിയാത്ത ഭാവത്തിൽ ഇരുന്നു. അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി, ഈ വീടാണ് നമ്മുടെ സ്വർഗം. പക്ഷേ മോനറിയാത്ത ഒരു സത്യം അങ്കിൾ പറയാം. ഈ വീട്ടിൽ ഒരു പ്രേതബാധയുണ്ട്. പണ്ട് ഈ വീട്ടിലിട്ട ഞാൻ എൻ്റെ ഭാര്യ റോസിയെ കൊന്നത്. ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും അവൾ ഈ വീടിൻ്റെ ഓരോ നിലകളും അവളുടെ നിയന്ത്രണത്തിലാക്കി തുടങ്ങി. ഈ വീടിൻ്റെ 4 നിലകളും അവളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. ഇന്ന് അവൾ മരിച്ചിട്ട് 5 വർഷം തികയുന്നു. അവൾ ഇപ്പോൾ ഈ നിലയും
അവളുടെ വരുതിയിലാക്കും. അതിനു മുൻപ് അങ്കിൾ ഈ കത്തി കൊണ്ട് കഴുത്ത് മുറിച്ച് മരിക്കാൻ പോവാ. അപ്പോൾ മോൻ ഒറ്റയ്ക്കാവും. അതിനു മുൻപ് മോനെയും കൂടി അങ്കിൾ കൊല്ലാൻ തീരുമാനിച്ചു. അയാൾ കത്തിയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ പിറകിലേക്ക് നീങ്ങി. അങ്കിൾ, എന്നെ വെറുതെ വിട്, അവൻ കരഞ്ഞു പറഞ്ഞു. അങ്കിൾ കത്തി ഉയർത്തി അലറിക്കൊണ്ട് അവൻ്റെ നെഞ്ചിനു നേരെ കത്തി കൊണ്ടുവന്നതും അയാളുടെ ഭാര്യ റോസിയുടെ ആത്മാവ് പിന്നിൽ നിന്നും ചാടി വീണ ശേഷം അയാളുടെ കഴുത്ത് കടിച്ചു കീറി. ഇത് കണ്ട ജോൺ അറപ്പോടെ അലറി. ആ ചോര കുടിക്കുന്ന കാഴ്ച കണ്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. അവന് അറപ്പ് വന്നു. വീടിന് വെളിയിൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിലിന് സമീപം നിൽക്കുന്ന റോസിയുടെ ആത്മാവിനെ അവൻ കണ്ടു. എന്നെ ഒന്നും ചെയ്യരുതേ, അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ആ ഗേറ്റ് അവന് നേരെ തുറന്നു വന്നു. അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. റോസിയുടെ പ്രേതം അവനെ നോക്കി അവിടെ തന്നെ നിൽക്കുന്നു. അവൻ ഗേറ്റിന് പുറത്തിറങ്ങിയതും ഗേറ്റ് താനെ അടഞ്ഞു. റോസിയുടെ ആത്മാവിന് ജോണിനോട് ഒരു വൈരാഗ്യവും ഇല്ലായിരുന്നു. ഒരു ദുരാത്മാവായതിൻ്റെ പേരിലാണ് അവൾ അവനെ ഇത്രയും നേരം പേടിപ്പിച്ചത്. അവളുടെ ലക്ഷ്യം അങ്കിൾ ബെന്നിനെ കൊല്ലുക എന്നതായിരുന്നു. ജോൺ വീടിന് പുറത്തിറങ്ങിയതിനാൽ അവൻ തൻ്റെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഈ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് ജോണിൻ്റെ വീട്. അവൻ അവിടെ നിന്നും ഓടി അരമണിക്കൂർ കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് എത്തി. സമയം ഏകദേശം വെളുപ്പിന് 3 മണിയായി. ജോൺ വീടിൻ്റെ ബെല്ലടിച്ചു. ഉറക്കത്തിലായിരുന്ന അവൻ്റെ അച്ഛൻ ബെൽ കേട്ട് ഉണർന്ന് വാതിൽ തുറന്നു. അപ്പോൾ കണ്ടത് വീടിന് മുമ്പിൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ മോനെയാണ്. അയാൾ ജോണിനെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്തു പറ്റി മോനെ? അവൻ നടന്ന സംഭവങ്ങളെല്ലാം അവൻ്റെ അച്ഛനോട് പറഞ്ഞു. നിന്നെ ഞാൻ ആ വീട്ടിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. അയാൾ അവനുമായി വീട്ടിലേക്ക് കയറി വാതിലടച്ചു. ഈ കഥ തീരുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റോറി എന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ശുഭം.